നമ്മുടെ KSRTC വകുപ്പ് മന്ത്രി CP ജോൺ ചില സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, സൗജന്യ യാത്ര എന്നുള്ളത് കൊണ്ട് സ്ത്രീകളെല്ലാം KSRTC ബസ്സിൽ ഇടിച്ചു കയറുന്നു. അതേസമയത്ത് അവരുടെ കുട്ടികളെ പൈസ കൊടുത്ത് പഠിപ്പിക്കേണ്ട സ്കൂളുകളിൽ അയച്ച് പഠിപ്പിക്കുന്നു. അവരുടെ ബന്ധുക്കൾ, ഭർത്താവ്, അച്ഛൻ, അമ്മ എന്നൊക്കെ ഉള്ളവരെ ഈ സർക്കാർ ആശുപത്രിയിൽ അയച്ച് ചികിത്സിപ്പിക്കുന്നു. അവിടെയാണെങ്കിലോ വരാന്തയിൽ കിടക്കണം രോഗിയും അതേപോലെ ബൈസ്റ്റാൻഡേഴ്സും എല്ലാം. ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ വ്യക്തമാകുന്നില്ല. സ്ത്രീകളെ ആക്ഷേപിക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും ലോജിക്ക് ഈ പ്രസ്താവനകളുടെ പിന്നിലുണ്ടോ എന്ന് പരതി നോക്കിയാൽ നമുക്കൊന്നും തന്നെ കിട്ടത്തില്ല. അപ്പോൾ ആശുപത്രി ചികിത്സയ്ക്ക് അതേപോലെ സൗജന്യ യാത്രയ്ക്കും ആളുകൾ എരച്ചു കയറുന്നു. അവർ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കാശ് ചിലവാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ കാശ് കൊടുത്ത് പഠിപ്പിക്കേണ്ട സ്കൂളുകളിൽ അയക്കരുത് എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ജോണെ, നമ്മുടെ നാട്ടിലെ ഈ സ്കൂളുകൾ അത് മറ്റ് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകൾക്കൊപ്പം എത്തുന്നില്ല. സ്റ്റാൻഡേർഡ് കുറവ് എന്നുള്ളത് കൊണ്ടല്ലേ. അത് ആ സ്കൂളുകൾക്കൊപ്പം നമ്മുടെ സർക്കാർ സ്കൂളുകളെയും കൊണ്ടുവരാൻ എന്ത് ശ്രമമാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും നടത്തുന്നത്? അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾ അവർ നന്നായി വിദ്യാഭ്യാസം ചെയ്ത് ആ രംഗത്ത് അവർ വളരെ ഉന്നതിയിലെത്തി. ഈ നാടിന് വേണ്ടിയല്ല, ഈ മാനവ സമൂഹത്തിന് വേണ്ടി വളരെ ഉന്നതങ്ങളായ കാര്യങ്ങൾ ചെയ്യേണ്ടവർ അതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയല്ലേ താങ്കൾ ചെയ്യുന്നത്? താങ്കൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല, പക്ഷേ സ്ത്രീകളെ ആക്ഷേപിക്കുകയും വേണം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താങ്കൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ലക്ഷ്യം, സ്ത്രീകൾ സൗജന്യ യാത്രയ്ക്കായി KSRTC ബസ്സിൽ കയറരുത്, അവരുടെ ബന്ധുക്കളെയൊന്നും ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സിക്കാൻ കൊണ്ടുപോകരുത് എന്നുള്ളതാണോ? അവർക്ക് നിവൃത്തികേട് കൊണ്ട് അത് രണ്ടും അവർ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം അവരുടെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കും. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം തങ്ങളുടെ മക്കൾ ഉന്നതമായ വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ച് അവരുടെ ഭാവിയും അതോടൊപ്പം ഈ രാഷ്ട്രത്തിൻ്റെ ഭാവിയും സുരക്ഷിതമാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. താങ്കൾ ഒരു പ്രതിലോമകാരിയായി അധപ്പതിച്ചു പോയതിൽ സങ്കടമുണ്ട്. താങ്കളെപ്പോലുള്ളവരിൽ നിന്നും ഇത്തരം പ്രസ്താവനകൾ ഇനിയെങ്കിലും ഉണ്ടാകരുതേ. താങ്കൾ നടുറോട്ടിൽ സ്ത്രീകൾ തല്ലുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.